അറിയപ്പെടുന്ന ആദൂറിൽ മജ്ലിസ് എന്ന മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ചെയ്യുന്ന ഖിദ്മത്ത് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. ഇനിയും ദീർഘകാലം അല്ലാഹു തങ്ങളവരുകൾക്ക് ആഫിയത്തിട്ട് കൊടുക്കട്ടെ. ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ ജില്ലയായ ചിക്കമംഗളൂർ ജില്ലയിൽ എന്റെ നാടായ കളസയുടെ തൊട്ടടുത്ത് മാഗുണ്ടി എന്ന പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാര് സംഘടിപ്പിച്ച പരിപാടിയിൽ ആത്മീയ നേതൃത്വത്തിന് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വന്നിരുന്നു. അവിടെ ഒരു എളിയ പ്രഭാഷകനായി വിനീതനായ ഞാൻ അവിടെ പോയിരുന്നു. ആ തങ്ങളവരുകൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യമങ്ങ് പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് കരഞ്ഞു പോയി. ഇന്നിപ്പോ ഏത് ദിവസവും നമുക്ക് പറയാൻ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് തങ്ങളടുത്ത് വന്ന് തങ്ങളെ ഒന്നെനിക്ക് മന്ത്രിക്കണോ, ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോഴും തങ്ങളെ കൈപിടിച്ചിട്ടേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്, ആ രൂപത്തിലുള്ള മഹാന്മാരുടെ മന്ത്രമങ്ങ് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് ഏത് പ്രഭാഷകനുണ്ടെങ്കിലും ഏത് സംഘടനാ പ്രവർത്തകനുണ്ടെങ്കിലും എല്ലാവരോടും ഞാൻ പറയട്ടെ, എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം ഇതുപോലെയുള്ള സാദാത്തുക്കളുടെ ആശീർവാദമാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മാഗുണ്ടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ തങ്ങൾ പറഞ്ഞു, പൊസോട്ട് തങ്ങൾ വിട പറഞ്ഞു. 53 വയസ്സ് പൂർത്തിയായി. 54 കാലെടുത്ത് വെച്ചപ്പോ വഫാത്തായതാണ്. ഞാനും ഇപ്പൊ ഏകദേശം അതേ പ്രായക്കാരനാണ്. ഷുഗർ 400 ഉണ്ട്. മരിക്കോ എന്ന് പേടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അവിടെ കൂടിയ ഏകദേശം 2000-ഓളം വരുന്ന ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളവിടെ വെച്ച് പറഞ്ഞപ്പോ സ്റ്റേജിൽ ധാരാളം ഉമറാക്കളുണ്ട്, ഒരുപാട് തങ്ങന്മാര് വേറെയുണ്ട്, ഒരുപാട് ആലിമീങ്ങൾ വേറെയുണ്ട്. അവർക്കൊക്കെ ഒന്ന് വേദനിച്ചു പോയി. അല്ലാഹു തങ്ങൾക്ക് ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു അവിടത്തേക്ക് ഹിമ്മത്ത് നൽകട്ടെ. ആര് തങ്ങളടുത്ത് വന്നാലും ഞാൻ തങ്ങളിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട്. അത് വളരെ അപൂർവ ആളുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതൊരാളും മന്ത്രിപ്പിക്കാൻ തങ്ങളടുത്തേക്ക് വന്നാലും ആദ്യമായി അവന്റെ മുഖത്ത് നോക്കി തങ്ങൾ ചോദിക്കൂ, എടാ നീ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹി നിസ്കരിക്കാത്ത നിനക്ക് എന്ത് മന്ത്രിച്ചിട്ടെന്ത് കാര്യമാണെടോ? സുബ്ഹാനല്ലാഹ്, തങ്ങളെ ഒരൊറ്റ ഗൗരവത്തിലുള്ള ചോദ്യമാണ്. അന്ന് മുതൽ പിന്നെ നിസ്കാരമങ്ങ് തുടങ്ങിയ എത്ര ചെറുപ്പക്കാര് നമ്മുടെ അറിവിലുള്ളതാണ്. പോരാ, പെൺകുട്ടികൾ വരുന്നു, രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടുവരുന്നു. തങ്ങളെ, ഇവളെന്റെ മകളാണ്, വയസ്സ് 17-18 ഇവൾക്ക് ഞങ്ങളതാ ഒരു പുതിയ ആപ്പിളയെ നോക്കിയിട്ടുണ്ട്, നല്ല ദീനീ ബോധമുള്ള ചെക്കനാണ്, തങ്ങന്മാരെ പിന്നിൽ നിൽക്കുന്നവനാണ്, ആലിമീങ്ങളെ പ്രിയം വെക്കുന്നവനാണ്. പക്ഷേ ഇവളവനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. ഇവൻ ഏതോ ഒരു അമുസ്ലിമിനെ പ്രണയിച്ചിട്ടുണ്ട്, അവന്റെ പിന്നാലെ തന്നെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. തങ്ങളൊന്ന് ഉപദേശിക്കണോ? ആ പെണ്ണിനെ തങ്ങളൊന്ന് ഉപദേശിക്കുന്ന സമയത്ത് അവളെ മനസ്സ് മാറിപ്പോയി. എനിക്ക് തന്നെ പരിചയമുണ്ട്. മടിക്കേരി ഭാഗത്തുള്ള ഒരു സഹോദരി ഈ അടുത്ത് തങ്ങളെടുത്ത് വന്നപ്പോൾ ആ സഹോദരിയെ പെണ്ണിനെ ഇരുത്തിയിട്ട് തങ്ങളങ്ങ് ഉപദേശിച്ചവളെ മനസ്സങ്ങ് മാറ്റിയെടുത്തു. ഇങ്ങനെ 1 2 100 സംഭവങ്ങൾ. അല്ലാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഹിമ്മത്ത് കൊടുക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ.